കോഴിക്കോട് ബാലുശ്ശേരിയിൽ കരുമലയിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ അപകടമുണ്ടായി. നിയന്ത്രണം വിട്ട വാഹനം കീഴ്മേൽ മറിയുകയായിരുന്നു. പരിക്കേറ്റ ഡ്രൈവറെയും ക്ലീനറെയും ഡോർ കുത്തിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. അഭിജിത്ത്, ഇതെപ്പോഴാണ് നടന്നത്? ഇരുട്ടാണ് ദൃശ്യങ്ങളിൽ. എപ്പോഴാണ് നടന്നത്? ഇപ്പോൾ അവരുടെ ഒരു ആരോഗ്യനില എന്താണ്? സ്മിത, ഈ അപകടം നടക്കുന്നത് രാവിലെ ഏതാണ്ട് പുലർച്ചെ 3:30 മണിയോടടുപ്പിച്ചാണ്. മഞ്ചേരിയിൽ നിന്ന് കണ്ണൂരിലേക്ക് മാമ്പഴവുമായി പോവുകയായിരുന്നു ഈ പിക്കപ്പ് വാൻ. ഈ കരുമല വളവിൽ എത്തിയപ്പോഴാണ് വാഹനം നിയന്ത്രണം വിട്ട് ഒരു വയലിലേക്ക് മറിഞ്ഞത്. അവിടെയുള്ളൊരു തെങ്ങിൽ തട്ടി ഈ വാഹനം നിൽക്കുകയായിരുന്നു. പിന്നാലെ അതിലൂടെ പോകുന്നവരാണ് ഈ ഒരു അപകടം കണ്ടത്. തുടർന്ന് അവർ ഹൈവേ പോലീസിനെ അറിയിച്ചു, നരിക്കുനി ഫയർഫോഴ്സിനെ അറിയിച്ചു. തുടർന്ന് അവരെത്തിയപ്പോഴാണ് ഈ വാഹനത്തിനകത്ത് ഈ ഡ്രൈവറും ക്ലീനറും കുടുങ്ങിക്കിടക്കുന്നത് കാണുന്നത്. തുടർന്ന് നരിക്കുനിയിൽ നിന്ന് ഫയർഫോഴ്സ് ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ഈ വാഹനത്തിന്റെ ഡോറ് പൊളിച്ചാണ് ഇവരെ പുറത്തെടുക്കുന്നത്. 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ പേരുകൾ മലപ്പുറം സ്വദേശികളാണ്. മുഹമ്മദ് റഷാദ്, കൃഷ്ണകുമാർ എന്നിവർക്കാണ് നിലവിൽ പരിക്കേറ്റത്. അവരെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. സ്മിത, ശരി, അതൊരു ആശ്വാസ വാർത്ത കൂടിയാകുന്നു. കാരണം ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം, നിയന്ത്രണം വിട്ട വാഹനം കീഴ്മേൽ മറിയുകയായിരുന്നു. ഡ്രൈവർക്കും ക്ലീനർക്കുമാണ് പരിക്കേറ്റത്. ഡോർ കുത്തിപ്പൊളിച്ചാണ് അവരെ പുറത്തെടുത്തത്. ആരോഗ്യനില അത്ര ഗൗരവമില്ല, സാരമായ പരിക്കുകളേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു.